ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. ചൈന എപ്പോൾ, എവിടെ വെച്ച്, ആരെ, എങ്ങനെ ആക്രമിക്കും? ചൈനീസ് മിലിറ്ററി പവർ ഒന്ന് നോക്കൂ. ഒരു കൊല്ലം 250 തുടങ്ങി $300 ബില്യൺ അടുത്ത് വരെ ചൈന മിലിറ്ററിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഏതാണ്ട് ഒരു കണക്ക് പറയുന്നത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാൻഡിംഗ് ആർമിയാണ് അവരുടെ. ഏതാണ്ട് 20 ലക്ഷത്തോളം സ്റ്റാൻഡിംഗ് ആർമി പേഴ്സണൽ ഉണ്ട് അവർക്ക്. ലാൻഡ് ഫോഴ്സ് ഉണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേവൽ ഫോഴ്സ് അവരുടെയാണ്. ഏറ്റവും വലിയ ഒരു എയർഫോഴ്സ്, വൺ ഓഫ് ദ ബിഗസ്റ്റ് എയർഫോഴ്സ്, ലാർജസ്റ്റ് എയർഫോഴ്സ് ചൈനീസ് എയർഫോഴ്സ് ആണ്. ഇനി അവർക്ക് ഈ റീജിയണിൽ ഓൾമോസ്റ്റ് 10-14 രാഷ്ട്രങ്ങളുമായിട്ട് തർക്കങ്ങളുണ്ട്. വിയറ്റ്നാമായിട്ട് തർക്കമുണ്ട്, ഫിലിപ്പീൻസ് ആയിട്ട് തർക്കമുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ പല രാഷ്ട്രങ്ങളുമായിട്ട് അവർക്ക് തർക്കമുണ്ട്. പക്ഷെ മേജർ ഫ്ലാഷ് പോയിന്റ്, ഈ മുഴുവൻ വേൾഡും അംഗീകരിച്ചിരിക്കുന്ന മേജർ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് തായ്വാൻ, രണ്ടാമത്തത് ഇന്ത്യ. എന്തുകൊണ്ട് ഒരു യുദ്ധം ചൈന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തായ്വാൻ ആവില്ല, ഒരിക്കലും തായ്വാൻ ആവില്ല. വൈ? ചൈനയുടെ വൺ ചൈന പോളിസി എന്നത് കൊണ്ടിട്ടാണ് തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നും, ഹോങ്കോങ് എങ്ങനെ ചൈനയുടെ ഭാഗമായോ അതുപോലെ തന്നെ വൺ ചൈന പോളിസിയുടെ ഭാഗമായിട്ട് തായ്വാനും ഞങ്ങളുടെ കൂടെ ആകുമെന്നും, ഈ ലോകത്ത് ഒരേ ഒരു ചൈനയെ പാടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് തായ്വാനോട് ചൈനീസ് അംബ്രല്ലയുടെ അടിയിലേക്ക് വരാനായിട്ട് പറയുന്നത്. തായ്വാനീസ് പീപ്പിൾ അതിന് തയ്യാറല്ല. അതാണ് ഫ്ലാഷ് പോയിന്റ്. ഞങ്ങൾ നിങ്ങളെ ആയുധം ഉപയോഗിച്ചും മിലിറ്ററി മൈറ്റ് ഉപയോഗിച്ചും കീഴ്പ്പെടുത്താൻ മടിക്കില്ല എന്ന ചൈനയുടെ റെട്ടോറിക്കാണ് ഇതൊരു ഫ്ലാഷ് പോയിന്റ് ആയി മാറ്റുന്നത്. പക്ഷെ ഇത് എന്തുകൊണ്ട് തായ്വാൻ ആവില്ല? തായ്വാൻ അവർ അറ്റാക്ക് ചെയ്യില്ല. എന്തുകൊണ്ട് വേണ്ട? കാരണം സ്റ്റാറ്റസ് കോ ആൻഡ് ഇതുവരെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. കാരണം തായ്വാൻ ഇന്നും ഒരു UN ഒരു ഫുൾ മെമ്പർ സ്റ്റേറ്റ് അല്ല, ഒരു കൺട്രി അല്ല. തായ്വാനീസ് പീപ്പിൾ സെയിം ചൈനീസ് തന്നെയാണ്. ചൈനയുടെ ഉള്ളിൽ ഒരുപാട് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. എഗെയിൻസ്റ്റ് ചൈനയ്ക്കും തായ്വാനുള്ളിലുണ്ട്. ഒരു റിക്കൺസിലേറ്ററി മ്യൂച്വൽ എഗ്രിമെന്റ് വഴിയായിരിക്കും ഈ ഇഷ്യൂ പേരും കൂടി സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു യുദ്ധമുണ്ടായാൽ മരിക്കുന്നത് ചൈനീസാണ്. അത് ചൈനയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഇതിനപ്പുറത്തേക്ക് ഒരു മിലിറ്ററി സ്ട്രാറ്റജി വൈസ് ആയിട്ട് നോക്കുമ്പോൾ USA മിലിറ്ററി ബേസസ് സൗത്ത് കൊറിയ, ജപ്പാൻ, ഫിലിപ്പീൻസ്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇത് മാത്രമല്ല, പസഫിക്കിൽ എത്രയൊക്കെ ദ്വീപ സമൂഹങ്ങളുണ്ടോ അവിടെയൊക്കെ USA ഫോഴ്സസ് ഉണ്ട്, കമാൻഡുകളുണ്ട്. ഇനി സൗത്ത് കൊറിയയ്ക്കും ജപ്പാനും അവരുടെ സെക്യൂരിറ്റി ഫോഴ്സസ് എന്ന് പറയുന്നത്, അവരുടെ നേവൽ, ആർമി ആൻഡ് എയർഫോഴ്സ് ഒരു വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു ഫോഴ്സാണ്. ഇനി ഈ പറഞ്ഞ തായ്വാനെതിരെ ചൈന ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ സൗത്ത് കൊറിയ, ജപ്പാൻ ആൻഡ് USA എവ്രി വൺ വിൽ കം ഇൻ ടു ദ ഫോഴ്സ്. ചൈനയ്ക്ക് അത് ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വളരെ 100 കിലോമീറ്ററിന് അപ്പുറത്ത് കിടക്കുന്ന ഒരു ചൈനീസ് ഒരു ഐലൻഡ് മാത്രമാണ് തായ്വാൻ. അതിലേക്ക് ലോങ് റേഞ്ച് ആർട്ടിലറി വെച്ച് അടിച്ച് തന്നെ അവർക്ക് വേണമെങ്കിൽ കീഴ്പ്പെടുത്താനോ അവരുടെ മിലിറ്ററി ഓവർ പവർ ചെയ്യാനോ സാധിക്കും. പക്ഷേ കാഷ്വാലിറ്റി തായ്വാനിലിരിക്കുന്ന ചൈനീസ് സ്പീക്കിംഗ് ആളുകളാണ് മരിക്കുന്നത്. 2, ഒരു ലാൻഡ് വാർഫെയറിന് സൂട്ടബിൾ അല്ല തായ്വാൻ. കാരണം അവിടെ മുഴുവൻ ലാൻഡിംഗ് പോയിന്റുകൾ കുറവും മൗണ്ടനീസ് ആയിട്ടുള്ള റീജിയനുമാണ്. അവിടെ ചെയ്യാവുന്ന ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് മാത്രമാണ്. അത് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. കാരണം കൊളാറ്ററൽ ഡാമേജ് അത്രയ്ക്ക് കൂടുതലായിരിക്കും. മെയിൻലാൻഡ് ചൈനയുടെ ഉള്ളിൽ തന്നെ അവർക്ക് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വരും. സോ ഇറ്റ് ഈസ് ഇന്ത്യ. ഈ ഫ്ലാഷ് പോയിന്റിൽ സിംഗിൾ ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരേ ഒരു രാഷ്ട്രം ഇന്ത്യയാണ്. ഇന്ത്യയായിരിക്കും അവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നോക്കേണ്ടത് എവിടെയായിരിക്കും അവർ അറ്റാക്ക് ചെയ്യുന്നത്, എപ്പോഴായിരിക്കും അറ്റാക്ക് ചെയ്യുന്നതെന്ന്. എവിടെ? ഹിമാലയൻ റേഞ്ചിലാണ് നമ്മൾ കേട്ടിരിക്കുന്ന മുഴുവൻ അടികളും ഉണ്ടായിരിക്കുന്നത്. 1962 ഇന്ത്യക്ക് ഒരു വലിയ പരാജയമുണ്ടായി. ഈ അടുത്ത് ഗൽവാനിൽ ഒരു വലിയ അടി ഉണ്ടായി. അതിനു മുമ്പ് ദോക്ലാമിലുണ്ടായി. ഒരുപാട് സ്റ്റാൻഡ് ഓഫ് നടക്കുന്ന പല റീജിയനുകളും ഹിമാലയത്തിലുണ്ട്. അവർ ക്ലെയിം ചെയ്യുന്ന പല ടെറിട്ടറികളും, അരുണാചൽ പോലത്തുള്ള പല ടെറിട്ടറികളും ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയുണ്ട്, നോർത്ത് ഈസ്റ്റിലുണ്ട്. പക്ഷേ അത് ഒരിക്കലും ഹിമാലയൻ റേഞ്ചിലാവില്ല. കാരണം ഹിമാലയൻ റേഞ്ചിൽ യുദ്ധം ചെയ്താൽ ചൈന പരാജയപ്പെട്ടു പോകും. ഇന്ത്യയുടെ ഏറ്റവും പേരുകേട്ട മൗണ്ടനറിംഗ് ഡിവിഷൻസ്, ഫൈറ്റിംഗ് ആർമി അത്രയ്ക്ക് കേപ്പബിൾ ആണ് ഹിമാലയത്തിൽ.
2, അവരുടെ എയർഫോഴ്സിന് ഫുൾ പൊട്ടൻഷ്യൽ വാർ ചെയ്യാനായിട്ട് സാധിക്കില്ല. 3, മെയിൻലാൻഡ് ചൈനയിൽ നിന്ന് ഒരുപാട് വലിയ ലോജിസ്റ്റിക്സ് ലൈൻ അവർക്ക് വലിക്കേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല ടിബറ്റ് പോലത്തെയുള്ള ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത റീജിയനിലൂടെ വേണം അവർക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട്. സോ ഇറ്റ് കാൻ നോട്ട് ബി ഹിമാലയൻ റീജിയൻ. സോ ദെൻ വേർ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുഴുവൻ ഇഷ്യൂസിന്റെയും തന്ത്രപ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ചൈനയുടെ 70 തുടങ്ങി 80% ട്രേഡും എനർജി റൂട്ടുകളും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും വിത്ത് എ സെക്കൻഡിനുള്ളിൽ. കാരണം ഈ മലാക്ക സ്ട്രേറ്റിലുള്ള അവരുടെ മുഴുവൻ ട്രേഡുകളും ഇന്ത്യയുടെ മൂക്കിന്റെ താഴെയുള്ള ആൻഡമാൻ വഴിയാണ് പോകുന്നത്. ഇന്ത്യയുടെ ട്രൈ സർവീസ് കമാൻഡുള്ള ആൻഡമാൻ വഴിയാണ് പോകുന്നത്. അവിടെ വെച്ച് അവർക്ക് ഇന്ത്യ ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ ചൈന വെള്ളം കുടിക്കേണ്ടി വരും. സോ ഇതാണ് ചൈന അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അറ്റാക്ക് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇവിടെ. കാരണം ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നിന്ന് 1200 കിലോമീറ്റർ അപ്പുറം, ലാൻഡ് മാസിൽ നിന്ന് 1200 കിലോമീറ്റർ അപ്പുറം സമുദ്രത്തിൽ നിൽക്കുന്ന ഒരു ഐലൻഡ് ചെയിൻ ആണ് ആൻഡമാൻ എന്ന് പറയുന്നത്. ഇത് 2 പേർക്കും ഈക്വലി ഒരു അഡ്വാൻറ്റേജ് ഇല്ലാത്ത ഒരു പൊസിഷനാണ്. ഇന്ത്യക്ക് ഹിമാലയം പോലത്തെ ഒരു അഡ്വാൻറ്റേജ് ആൻഡമാനിലില്ല. ഇന്ത്യക്ക് ആൻഡമാനിൽ ഒരു ട്രൈ സർവീസ് കമാൻഡ് ഉണ്ട്. അവിടെ അവരൊരു നേവൽ ആംഡ ഉപയോഗിച്ച്, ആംഫിബിയസ് ലാൻഡിംഗ് ഉപയോഗിച്ച്, മിസൈൽ ഫോഴ്സ് ഉപയോഗിച്ച്, ഒരു എയർ ഫോഴ്സ് ഉപയോഗിച്ച്, നേവിയുടെ മൈറ്റ് ഉപയോഗിച്ച് അവരവിടെ അറ്റാക്ക് ചെയ്ത് ഈ ഐലൻഡ് ചെയിനുകൾ മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 പിടിച്ചെടുക്കാൻ സാധിച്ചാൽ അത് അവർക്കൊരു വലിയ വിജയമായിരിക്കും. അവരുടെ ട്രേഡ് റൂട്ടുകൾ സേഫ് ആക്കാനുള്ള വലിയൊരു നീക്കവുമായിരിക്കും അത് ഇന്റർനാഷണൽ മീഡിയയിലും അവരുടെ ഡൊമസ്റ്റിക് ആളുകൾക്കും വളരെയധികം വലിയ വിജയമായിരിക്കും നൽകുന്നത്. ഇന്റർനാഷണലി ചൈനയുടെ സ്റ്റാറ്റസ് വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്യും. ഇന്ത്യ ഭയങ്കരമായിട്ട് താഴത്തേക്ക് മാറുകയും ചെയ്യും. ഇനി അടുത്ത ചോദ്യം, എപ്പോഴാണ് അവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? സി ദ വാർ ഈസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഒരു സ്ട്രോങ് നാഷണലിസ്റ്റിക് ഗവൺമെന്റ്, മോഡിജി ലെഡ് ചെയ്യുന്ന ഒരു നാഷണലിസ്റ്റിക് ഗവൺമെന്റ് ഇരിക്കുന്നത് അവരെ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇലക്ഷനുള്ളിൽ നടക്കുന്ന മാസീവ് മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ, അതാണ് ഏറ്റവും വലിയ മൾട്ടി സ്പെക്ട്രം ഹൈബ്രിഡ് വാർഫെയർ, മിസ്ഇൻഫർമേഷൻ വാർഫെയർ. ജനങ്ങളുടെ ഉള്ളിലേക്ക് തെറ്റിദ്ധാരണ പഴിപ്പിച്ച് ഈ ഇരിക്കുന്ന നാഷണലിസ്റ്റ് ഗവൺമെന്റിനെ എങ്ങനെയും ഡിസ്പ്ലേസ് ചെയ്യുക, അത് അവരുടെ ഫസ്റ്റ് സ്ട്രാറ്റജിയുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കുള്ളൂ. അത് അവർ വിജയിച്ചാൽ, മോഡി ഇലക്ഷൻ ലൂസ് ചെയ്താൽ, സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന കൈനറ്റിക് സ്ട്രൈക്ക്, ഈ ആക്ച്വൽ ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിച്ചുള്ള നേവൽ അറ്റാക്ക് ഈ ഓൺ ആൻഡമാൻ, ദാറ്റ് വിൽ ബി ഡിലേഡ്. കാരണം അവരുടെ ഫസ്റ്റ് സ്ട്രാറ്റജി വിജയിച്ചു. സെക്കൻഡ് സ്ട്രാറ്റജി അവർക്ക് അടുത്ത് വരുന്ന ഗവൺമെന്റുകളുമായിട്ടുള്ള ഡീലിങ്സും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രാൻഡ് സ്ട്രാറ്റജി അവർക്ക് എടുക്കാം, അവർക്ക് ടൈം കിട്ടും. പക്ഷേ ഇവരുടെ ഫസ്റ്റ് സ്റ്റേജ് വാർഫെയർ, ഈ മിസ്ഇൻഫർമേഷൻ ഹൈബ്രിഡ് വാർഫെയറിൽ അവർ തോറ്റുപോയി, ഇന്ത്യൻ ജനത മാസീവായിട്ട് ഈ നാഷണലിസ്റ്റിക് ഗവൺമെന്റിന്റെ പുറകെ ഉറച്ചു നിന്നാൽ അവരുടെ മെയിൻ കൈനറ്റിക് സ്ട്രൈക്ക്, നേവൽ ഫോഴ്സ് ഉപയോഗിച്ച് അവർ ആൻഡമാനിൽ അറ്റാക്ക് ചെയ്യുന്നത്, ഇറ്റ് ക്യാൻ ബി ആസ് നിയർ ആസ് June 6th ഇറ്റ്സെൽഫ്. ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന ആ ദിവസം തന്നെ ഒരു ചിലപ്പോൾ അവരെ അടിച്ചേക്കാം. ഇന്ത്യയുടെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് ആയിരിക്കും ആ ഡേ എന്ന് പറയുന്നത്. കാരണം അഡ്മിനിസ്ട്രേഷൻ ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂ. സോ ദിസ് ക്യാൻ ബി ദ ഡേ. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി അവർക്ക് ചിലപ്പോൾ ഒരു ഡേ ആയിരിക്കാം ഒരു സ്ട്രൈക്കിന് വേണ്ടിയിട്ടുള്ളത്. നമുക്ക് നിർത്തുന്നതിനേക്കാൾ മുമ്പ്, വിരാമം ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് ഒരു ശ്ലോകം ഗീതയിൽ പറഞ്ഞുകൊണ്ട് അതിന്റെ മലയാളം മീനിങ് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എപ്പോഴൊക്കെ ധർമ്മം കുറയുകയും പാപം വർദ്ധിക്കുകയും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു പാർത്ഥ. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞാണ്. ദിസ് ഇസ് 5 seconds വ്യൂ ഓൺ ചൈനീസ് ത്രെറ്റ്. താങ്ക് യു സോ മച്ച്.